കൈത്താങ്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CATU സംഘടിപ്പിച്ച കാരുണ്യയാത്ര ഡിസ്പെൻസറി സ്റ്റാൻഡിൽ പള്ളിപ്പുറം മേഖലാ സെക്രട്ടറി KV അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പള്ളിപ്പുറം പഞ്ചായത്ത് വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ രാധിക സതീഷ്, BB ഷാബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കഴിഞ്ഞ മാസം വയനാട് നടന്ന വലിയ ദുരന്തം ഒരുപാട് ജീവഹാനികൾ, സ്വത്തുകൾ, ഒരുപാട് നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് നെയ്ത്തുകരയിൽ തൊഴിലാളികൾ CATU നേതൃത്വത്തിൽ ഇന്നൊരു കാരുണ്യയാത്ര സംഘടിപ്പിക്കുകയാണ്. ഈ യാത്രയുടെ ഉദ്ഘാടനം പള്ളിപ്പുറം ബ്ലോക്ക് സെക്രട്ടറി KV അനിൽകുമാറാണ് നിർവഹിക്കുന്നത്. ആശംസ അറിയിക്കാനായി പള്ളിപ്പുറം പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ രാധിക സതീഷ് എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള തൊഴിലാളികൾ സുഹൃത്തുക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനും രണ്ടു സംസാരിക്കുന്നതിനും KV അനിൽകുമാറിനെ ഫ്ളാഗ് ഉദ്ഘാടനം ചെയ്യാൻ തൊഴിലാളി സുഹൃത്തുക്കളെ വയനാട് നമ്മുടെ സഹോദരങ്ങളായ ഔദ്യോഗിക കണക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 280-ൽ പരം ആളുകളാണ് മരിച്ചതായിട്ടുള്ള സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും 10 മടങ്ങ് അവിടെ ഉരുൾപൊട്ടലുണ്ടായ ആ പ്രദേശത്ത് കിടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനു വേണ്ടുന്ന രക്ഷാപ്രവർത്തനങ്ങൾ നമ്മുടെ കേന്ദ്രസേനയും അതുപോലെ തന്നെ പോലീസും ഫോറസ്റ്റും സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ നമ്മളെ DYFIയുടെ പ്രവർത്തകരും ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട്. വളരെ ഭയാനകമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു വയനാടിന് ഒരു കൈത്താങ് ഈ കാരുണ്യയാത്ര, അതിൽ പങ്കാളികളായിട്ടുള്ള നമ്മുടെ മുഴുവൻ തൊഴിലാളി സഹാക്കൾക്കും ഞാൻ ഇതിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കാരുണ്യയാത്രയിൽ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. സഖാക്കളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സഹോദരങ്ങളും കേരളത്തിലുടനീളം എന്നൊരു സംസ്ഥാനത്തുടനീളം നമ്മളെല്ലാവരും ദുഃഖിതരാണ്. നമുക്കറിയാം പ്രളയത്തെ നേരിട്ടവരാണ് നമ്മൾ. ആ പ്രളയം എന്ന് പറയുമ്പോഴത് എനിക്ക് തോന്നുന്നു ഇത്രയേറെ നമ്മളെ ദുഃഖത്തിലാക്കിയ ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഒരു ഭാഗത്തേക്ക് വയനാട് എന്ന ആ കൊച്ചു ഗ്രാമത്തിൽ അവിടെയാണ് നമുക്ക് ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. നിരവധി പേർ മരണപ്പെടുകയും നിരവധി പേർ കാണാതെ കിട്ടുകയും ചെയ്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനും തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അതിജീവിക്കാനായിട്ട് നമ്മുടെ ഓരോ സഹാക്കൾക്കും സുഹൃത്തുക്കൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വേറിട്ട ഒരു സ്വഭാവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ നിരവധി സംഘടനകളും സൈനികരും അതുപോലെ എല്ലാ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ഈ കാരുണ്യ പ്രവർത്തനത്തിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയെത്തുന്ന പാവപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള ഓട്ടോ തൊഴിലാളികളാണ് ഇവിടെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. എങ്കിലും ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു ദിവസത്തെ ഓട്ടം എന്ന് പറയുന്നത് അവരുടെ ഒരു 10 ദിവസത്തെയെങ്കിലും ഒരു ഉപജീവനത്തിനുള്ളൊരു മാർഗം കൂടിയാണ്. അപ്പോൾ കിട്ടിയാൽ കിട്ടി എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ സഹോദരന്മാർ ഇവിടെ നിൽക്കുന്നത്. എങ്കിൽ പോലും നമുക്കറിയാം ഒരു ദിവസത്തെ ഈ വയനാട് കൈത്താങ്ങാകാനായിട്ട് നമ്മുടെ സഹോദരന്മാർ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയാനായിട്ട് അവരെടുത്തിട്ടുള്ള ഈ തീരുമാനത്തിൽ ഏറെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.